ചിക്കൻ വാങ്ങിച്ചപ്പോഴേ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചു. ഇത് വെച്ചിട്ട് ഇച്ചിരി ചിക്കൻ ബോൾ ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചീസ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇന്ന് ഞാൻ ഇച്ചിരി വെക്കുന്നുണ്ട്. വെക്കാതെ ഉണ്ടാക്കാം കേട്ടോ. സാധാരണ ഞാൻ ഉണ്ടാക്കുന്നത് ചീസൊന്നും വെക്കാതെയാണ്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ കുറച്ച് ബോൺലെസ് ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാവേ. പിന്നെ വേണ്ടുന്നത് കുറച്ച് കറിവേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മല്ലിച്ചപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മുടെ പെരുംജീരകപ്പൊടിയൊക്കെയാണ്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ചിക്കനൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വന്നാണ്. ഇനി ചേർക്കുന്നത് മുളക് പൊടി. നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്തോ. ഞാനിപ്പോൾ എന്നാണെന്നറിയോ, കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ മുളക് കടിക്കുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ബോളിനൊരു കളറും ഉണ്ടാവും. കുറച്ച് മുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടിയാണ്. ഇച്ചിരി ഇരുന്നാലും കുഴപ്പമില്ല. പിന്നെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഒരു പേസ്റ്റാക്കിയതാണ്. പേസ്റ്റല്ല, ഒന്ന് ചതച്ച് വെച്ചേക്കുന്ന കുറച്ച് കറിവേപ്പില. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഇനി ഇതിന് ഒരു ടൈറ്റാകാൻ വേണ്ടിയിട്ട് ബ്രെഡ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ബ്രെഡ് പൊടിയോ നിങ്ങളുടെ കയ്യിൽ റസ്കിൻ്റെ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം. അരിപ്പൊടി ഗോതമ്പ് പൊടിയൊന്നും ഇടരുത് കേട്ടോ, അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിൽ തന്നെ ചേർക്കണം. മൈദ, കോൺഫ്ലവർ അങ്ങനെ ഒന്നും ചേർക്കരുത്. ഒന്നുകിൽ റസ്ക് പൊടി അല്ലെങ്കിൽ റൊട്ടിപ്പൊടി. കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുഴച്ച് ഒന്ന് ഇതാകാൻ പരുവത്തിൽ, ഒന്ന് ബോള് കിട്ടുന്ന പരുവത്തിലേക്ക് നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മളിതാ കുഴച്ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണേ. ഒരു പിഞ്ചുപ്പും കൂടെ ആവാം, ഒത്തിരി വേണ്ട, ഒരു ടേസ്റ്റിന്. ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ, ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് അവിടെ ഇട്ടേക്കാവേ. അപ്പം എണ്ണ നന്നായിട്ട് ചൂടാവുകയും ചെയ്യും. നമ്മുടെ ബോൾ അപ്പോഴത്തേന് ഉരുട്ടി അങ്ങോട്ട് ഇടുകയും ചെയ്യും. ഇനി നമുക്കില്ലേ ഇങ്ങനെ ചെറിയ ഉണ്ട ഉരുട്ടാം. ഇങ്ങനെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ ചീസ് ഉള്ളത് കൊണ്ട് ഇതിനകത്തോട്ടൊന്ന് തുളച്ചിട്ട് ഒരു പീസ് ചീസ് എടുത്ത് വെക്കാം. ഞാൻ നമ്മുടെ ഇതിനെ ഒന്ന് മുറിച്ച് വെച്ചായിരുന്നേ. എന്നിട്ട് ഇനി തിരിച്ച് അതേപടി ആ ബോളാക്കി അങ്ങ് വെച്ചേക്കാം. കണ്ടോ, കുട്ടികൾക്കൊക്കെ ഇങ്ങനെയാണ് നല്ല ഇഷ്ടപ്പെടും. ഇങ്ങനെ ഓരോ ബോളാക്കി എടുക്കാം. ചെറിയ ബോൾസാണ് എപ്പോഴും നല്ലത് കേട്ടോ. നമ്മുടെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ തിളച്ച് കിടക്കുന്ന എണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ടേക്കാം. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണേ. ബോൾസൊക്കെ എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ടേ നമ്മൾ ആദ്യം ഇളക്കരുത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണേ. എന്നിട്ട് വേണം എല്ലാ സൈഡും മൂപ്പിച്ചെടുക്കാൻ. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കോരാവേ. അപ്പോഴത്തേനും അത് വേഗമുള്ളൂ. ചെറു തീയിൽ വേണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ നമ്മുടെ ചീസ് വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വെച്ചു എന്നേ ഉള്ളൂ. നമുക്ക് പിള്ളേർക്കൊക്കെ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ കഴിക്കാൻ നല്ല ഇഷ്ടമാവും. സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടി കൊടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റി ആവും കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നമുക്കൊന്ന് കഴിച്ചു നോക്കണ്ടേ. സോസിലൊന്ന് മുക്കിയ നല്ല ടേസ്റ്റാണ്, കഴിച്ചുകൊണ്ടേയിരിക്കും. കുട്ടികളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ വലിച്ചൊക്കെ നോക്കും. എനിക്കങ്ങനെ വലിച്ചു നോക്കാമെന്ന് വലിയ എക്സ്പീരിയൻസ് ഇല്ല. കഴിച്ചുകൊണ്ടേയിരിക്കും.
ഇതിനു വേണ്ടി സ്പെഷ്യലായിട്ട് ചിക്കൻ ഒന്നും വാങ്ങണ്ട. കറി വെക്കാൻ മേടിക്കുമ്പോൾ കുറച്ച് എല്ലില്ലാത്ത എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. ഞാനതാ ഒരു ഇച്ചിരി എടുത്ത് ഇന്ന് കറി വെക്കാൻ മേടിച്ചപ്പം അതിനകത്തുനിന്ന് കുറച്ചെടുത്താൽ ഉണ്ടാക്കി കൊടുക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.